മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ഷോർട്ട് ടേം പീരീഡിലേക്ക് ഒരിക്കലും ചെയ്യാതിരിക്കുക. ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മാസം 3000 രൂപ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സെറ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ പറയാം. ഈ 3000 നമുക്ക് ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 3 ഫണ്ട്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ആദ്യം ഈ 3000 നിന്ന് 1500 രൂപ നമുക്കൊരു നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ടോപ്പ് 50 കമ്പനീസിലേക്കായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോവുക. അടുത്തത് നമുക്കൊരു 750 രൂപീസ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് തരാൻ നമ്മളെ സഹായിക്കും. അടുത്ത ഒരു 750 രൂപീസ് നമുക്ക് സ്മോൾ ക്യാപ് ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് മിഡ് ക്യാപ്പിനേക്കാളും നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിനേക്കാളും കൂടുതൽ റിട്ടേൺസ്, അതായത് അഗ്രസീവ് ഫണ്ട്സിലേക്ക് നമുക്ക് കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ലോങ് ടേം പെർസ്പെക്റ്റീവ്, അതായത് ഒരു 20 വർഷമോ 30 വർഷത്തേക്കാണ് നമ്മൾ ഇത് ഈ രീതിയിൽ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോമ്പൗണ്ടിങ് എഫക്റ്റിലൂടെ ഇപ്പോൾ ആനുവൽ ഒരു 12 to 14 അല്ലെങ്കിൽ 12 to 15% റിട്ടേൺ ആണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിന്റെ പെർഫോമൻസ് എങ്കിൽ ആഫ്റ്റർ 30 ഇയേഴ്സ് നമുക്കൊരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് നല്ല രീതിക്ക് കിട്ടുന്നതാണ്.